ഹായ്, നമസ്കാരം. അടുത്ത അധ്യയന വർഷം ആരംഭിക്കാനായിട്ട് ഏകദേശം 9 മാസത്തോളം ബാക്കിയുണ്ടല്ലേ? പക്ഷേ മിക്ക സ്കൂളുകളിലും ഇപ്പോൾ തന്നെ അടുത്ത വർഷത്തേക്കുള്ള ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അഡ്മിഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. മിക്ക സ്കൂളിലും ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും CBSE സ്കൂളിൽ. അപ്പോൾ CBSE സ്കൂളിലേക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അഡ്മിഷൻ കാത്തിരിക്കുന്ന മിക്ക പേരൻസും അറിഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ ഇറങ്ങിയ ഒരു പുതിയ സർക്കുലറിനെ പറ്റിയിട്ട്. ഇനി അറിഞ്ഞിട്ടില്ലാത്ത പേരൻസ് ഉണ്ടെങ്കിൽ അവരുടെയും കൂടെ അറിവിലേക്ക് ആണ് പറയാണ്. ഇപ്പം എൻ്റെ മോള് പഠിക്കുന്നത് ഇവിടെ എറണാകുളത്ത് തൃക്കാക്കര ഒരു സ്കൂളിലാണ്. സ്കൂളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. സ്കൂളുമായിട്ട് യാതൊരു ഇഷ്യൂസും ഇല്ല. സ്കൂള് നല്ലൊരു സ്കൂളാണ്. സ്കൂളിൻ്റെ പേരിലല്ല കേട്ടോ ഇഷ്യൂ ഉള്ളത്. ആ സ്കൂളിൽ മോള് പഠിക്കുന്ന സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ തന്നെ കാരണം അതൊരു വിദ്യാഭ്യാസത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റ് ആക്ടിവിറ്റീസിലും കുട്ടികളെ പങ്കെടുപ്പിക്കുകയും അവരെ അതിന് പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഒരു സ്കൂളായതുകൊണ്ടും മാത്രമല്ല മറ്റ് സ്കൂളിനെ അപേക്ഷിച്ച് കുറച്ച് ഫീസിന് കുറവുണ്ട്. മറ്റ് സ്കൂളിലൊക്കെ ഭയങ്കര നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു ഫീസ് ഈടാക്കുമ്പോൾ ഇവിടെ ആവശ്യത്തിന് മാത്രം ഫീസ് ഈടാക്കുന്ന ഒരു സ്കൂൾ ആയതുകൊണ്ടും കൂടെയാണ് നമ്മൾ ഈ ഒരു സ്കൂൾ ചൂസ് ചെയ്യാനായിട്ട് കാരണം. അവിടെ കിൻഡർ ഗാർഡനിലാണ് കുട്ടി പഠിക്കണത്, UKGയിലാണ് പഠിക്കണത്. അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. അപ്പോൾ ഇവിടുന്ന് സെയിം സ്കൂളിൽ തന്നെ ആണെങ്കിൽ പോലും അവിടുന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുമ്പോൾ അവിടെ എൻട്രൻസ് എക്സാമും ഉണ്ട്. എൻട്രൻസ് എഴുതണം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അഡ്മിഷൻ എടുക്കുകയുള്ളൂ. അപ്പോൾ മോൾക്കൊക്കെ കഴിഞ്ഞ ആഴ്ച എൻട്രൻസും കഴിഞ്ഞു, ഇൻ്റർവ്യൂവും കഴിഞ്ഞു, സെലക്റ്റഡ് ആയി. അപ്പോൾ ഒക്ടോബർ 10-നകം ഫീസ് അടയ്ക്കാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ സ്കൂളിൽ നിന്നൊരു കോള് വരുന്നത്. അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 2020 ജൂൺ 20 ഇന്നലെ ഇറങ്ങിയ പുതിയ സർക്കുലർ പ്രകാരം 2026 മെയ് 31-നകം 6 വയസ്സ് പൂർത്തിയായ കുട്ടികൾക്ക് മാത്രമേ CBSEയിലേക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. വെറും 20 ദിവസത്തെ ഡിഫറൻസേ ഉള്ളൂ മോൾക്ക്. 20 ദിവസത്തെ ഡിഫറൻസ്. അങ്ങനെ എൻ്റെ മോള് മാത്രമല്ല കേട്ടോ, ഒരുപാട് കുട്ടികളുണ്ട്. മറ്റു കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. ജൂണിൽ ജനിച്ചതും ജൂലൈയിൽ ജനിച്ചതും ഒക്കെ ആയിട്ടുള്ള കുട്ടികളുണ്ട്. മോളുടെ കാര്യം പറയുകയാണെങ്കിൽ അവൾക്ക് വെറും 20 ദിവസത്തെ കുറവ് മാത്രമാണ് ഉള്ളത്. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഇങ്ങനൊരു നിയമം മാറ്റങ്ങളും ഒക്കെ അനിവാര്യമാണ്, എല്ലാം നമുക്ക് സ്വീകാര്യവുമാണ്. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇങ്ങനൊരു നിയമം കൊണ്ടുവരുമ്പോൾ അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണോ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? അതായത് സ്കൂൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലല്ല, LKG, UKG അല്ലേ അവിടെയല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കുഞ്ഞുങ്ങൾ LKGയിലും UKGയിലും പഠിച്ച കുട്ടികൾ വെറുതെ എന്തെങ്കിലും ക്ലാസ്സിൽ കളിക്കാനോ അല്ലെങ്കിൽ പടം വരയ്ക്കാനോ അല്ല അവരെ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ 4-ലും 5-ലും ഒക്കെ പഠിച്ച അത്രയും തന്നെ അതിലും കൂടുതലാണ്, എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ അവരിപ്പോൾ ഈ LKG UKGയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലാംഗ്വേജുകൾ വരെ അവർ ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിച്ചു. ഹിന്ദി വരെ ഇപ്പോൾ UKGയിലേക്ക് കയറിയപ്പോൾ ഹിന്ദി ലാംഗ്വേജും ഒക്കെ പഠിക്കുന്നുണ്ട്. അവർ സാധാരണ ഒരു സ്കൂൾ ജീവിതം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പഠിച്ച് UKGയിൽ അത്രയും എത്തി, ഏകദേശം വായിക്കാനും ഒക്കെ ഇംഗ്ലീഷൊക്കെ വായിക്കാനും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ പഠിച്ചു തുടങ്ങിയ കുട്ടികളാണ്. പക്ഷേ അടുത്ത നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അവർക്ക് CBSEയിൽ അഡ്മിഷൻ കൊടുക്കില്ല എന്നാണ് പറയുന്നത്. എൻ്റെ മോളെയൊക്കെ സംബന്ധിച്ച് പഠിക്കാൻ നല്ല മിടുക്കിയാണ്, മറ്റെല്ലാ കാര്യത്തിനും മുമ്പിൽ നിൽക്കുന്ന കുട്ടിയാണ്. അവൾ ജനിച്ചത് ഒരു 20 ദിവസത്തെ താമസം കൊണ്ട് മാത്രം അവൾക്ക് CBSEയിൽ അഡ്മിഷൻ കിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അവളെക്കാട്ടിലും ഒരുപാട് പഠിത്തത്തിലും എല്ലാത്തിലും പിന്നിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് അവർ ജനിച്ച ദിവസത്തിൻ്റെ ആ ഒരു ബലത്തിൽ മാത്രം അവർക്ക് CBSEയിൽ പഠിക്കാനുള്ള അവസരം കൊടുക്കുമ്പോൾ മോളെപ്പോലുള്ള കുറേ കുട്ടികളുണ്ട്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം വെയിറ്റ് ചെയ്തിട്ട് ഒരു വർഷം അവരുടെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ നെക്സ്റ്റ് ഇയർ CBSEയിൽ സ്റ്റാർട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റേറ്റ് സിലബസ് പഠിക്കാം. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും സ്റ്റേറ്റ് സിലബസ് എന്താ മോശമാണോ എന്ന് ചോദിക്കും അല്ലേ. സ്റ്റേറ്റ് സിലബസ് മോശമായതുകൊണ്ടോ ഒന്നുമല്ല, നമ്മൾ CBSEയിലെ പഠിപ്പിക്കൂ എന്നുള്ള വാശിയല്ല. പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ച് നമ്മളൊക്കെ പഠിച്ചത് പഠിക്കാൻ മിടുക്കരായിരുന്നിട്ട് പോലും നമ്മുടെ വീട്ടിലൊന്നും അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. സ്കൂളിൽ എന്ത് പഠിപ്പിക്കുന്നത് അത് നല്ല വൃത്തിയായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും പഠിച്ച് ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് മനസ്സിലായത്
ഒരുപാട് കുട്ടികൾ അന്ന് ഈ CBSE സ്റ്റേറ്റ് സിലബസ് അങ്ങനെ ഒരു ഇതല്ലല്ലോ, ഡിഫറൻസ് അല്ല. കൂടുതലും ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം എന്നുള്ള ഡിഫറൻസ് ആണ്. നമ്മുടെ തന്നെ കുടുംബത്തിലുള്ള ഒരുപാട് ആളുകൾ സാമ്പത്തികം കൊണ്ട് നല്ല നിലയിലായതുകൊണ്ട് അവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മൾ ടോപ്പാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു ആവശ്യത്തിന് പോകുമ്പോൾ ആ കുട്ടികളുടെ ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തോ കുറവുള്ള കുട്ടികളായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. കാരണം അവരുടെ ആ ഒരു ഇംഗ്ലീഷും നമ്മൾ പഠിക്കാൻ സ്കൂളിൽ മാത്രമാണ് നമ്മൾ മിടുക്കരെന്ന് നമുക്ക് അന്ന് തന്നെ നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ പേരൻസിന് നന്നായിട്ട് അറിയാം. നല്ല മിടുക്കരാണ്, പ്രോഗ്രസ് റിപ്പോർട്ടിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ, നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ കുട്ടികളുടെ മുമ്പിൽ പോലും നമ്മളെപ്പോഴും ബാക്കിലായിരുന്നു. അന്ന് തൊട്ടുള്ള മനസ്സിലൊരാഗ്രഹമാണ് നമ്മുടെ കുട്ടികളെ ഒരിക്കലും അങ്ങനെ ഒന്നിനും പുറകിൽ നിൽക്കരുത്, നമ്മളെ കൊണ്ടാവുന്നത്ര നന്നായിട്ട് നമ്മൾ പഠിപ്പിക്കും എന്നുള്ളൊരിത്. അപ്പോൾ മനസ്സിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണം, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു ഇതുണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്കൂൾ ചൂസ് ചെയ്തപ്പോൾ അത് CBSE ഫോളോ ചെയ്യുന്ന സ്കൂളാണ്. അങ്ങനെ ഇരിക്കെ അവിടെ നമ്മൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെ അഡ്മിഷൻ എടുത്തതും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇന്ന് ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം എന്നൊരു ഡിഫറൻസ് അല്ല, CBSE സ്റ്റേറ്റ് ആ ഒരു ഡിഫറൻസ് ആണ് ഇന്ന് മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മൾ കാലത്തിനനുസരിച്ചാണല്ലോ നമ്മൾ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ് സിലബസ് മോശമാണ് എന്നുള്ളതല്ല, നമുക്കറിയില്ല. അവിടെ പഠിച്ചിറങ്ങുമ്പോൾ മാത്രമായിരിക്കും ചിലപ്പോൾ കുട്ടികൾക്ക് നമുക്ക് തോന്നുന്ന ഒരു ഫീലായിരിക്കാം, നമുക്കന്ന് തോന്നിയിരുന്നൊരു ഫീലായിരിക്കാം ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സ്റ്റേറ്റ് സിലബസിലും CBSEയിലും പഠിച്ച് ഇറങ്ങുമ്പോൾ അവർക്കും തോന്നുന്ന ഒരു ഫീൽ ചിലപ്പോൾ അതായിരിക്കാം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും കാശുണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ പഠിച്ച പോലെ എന്നെയും CBSEയിൽ പഠിപ്പിച്ചേനെ. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് കാശില്ലാതെ പോയതുകൊണ്ടായിരിക്കാം ഞാൻ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചത്. അവരവിടെ പഠിച്ചുകൊണ്ടായിരിക്കാം അവർക്കതെല്ലാം അറിയാവുന്നത്, എനിക്കതൊന്നും അറിയാൻ മേലാതെ പോയത് എന്നൊക്കെ ചിലപ്പോൾ ആ ഒരു സമയത്ത് അവർ പഠിച്ചിറങ്ങുന്ന സമയത്ത് അവരും ചിന്തിച്ചിരിക്കാം. നമ്മൾ വലിയൊരു ചിന്താഗതി വേണ്ടാത്തൊക്കെ വെട്ടിപ്പിടിക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിലല്ല ഈ സ്കൂളിൽ കൊണ്ട് ചേർത്തത്. പക്ഷേ ഇതൊന്നുമല്ല പ്രശ്നം. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, പുതിയതായി എന്ത് വന്നാലും നമുക്ക് സ്വീകാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കൊണ്ടുവയ്ക്കാണ്ട് LKG സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, LKGയിൽ 4 വയസ്സ് പൂർത്തിയായ കുട്ടികളെ മാത്രമേ ഇരുത്തൂ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പുതുതായിട്ട് വരുന്ന കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം 4 വയസ്സ് പൂർത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം അവരെ ചേർത്താൽ മതി. അവർക്ക് വേണമെങ്കിൽ കളിച്ച് നടക്കാം, വീട്ടിൽ കളിച്ച് നടക്കുകയോ അംഗനവാടിയിൽ ചേർക്കാം, പ്ലേ സ്കൂളിൽ ചേർക്കാം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും വരുന്നില്ല. അതേസമയം ലാഭം മാത്രമേ ഉള്ളൂ. അടുത്ത ഒരു വർഷം കൂടെ കഴിയുമ്പോൾ അവർ അടുത്ത സ്കൂളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തരായ കുട്ടികളാണ് അടുത്ത വർഷം വരുമ്പോഴത്തേന് അവർക്ക് കുറച്ചും കൂടി അത് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ LKG UKG പഠിച്ച് നിൽക്കുന്ന കുട്ടികൾ CBSEയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ഒരു വർഷം അവരുടെ കളയണം. അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് സിലബസ് ചൂസ് ചെയ്തോളൂ, നിങ്ങളുടെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ അത് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ പറയുന്ന അനുസരിക്കൂ എന്ന് പറയുമ്പോൾ എനിക്കതിലെ ആ ഒരു വൈരുദ്ധ്യം എനിക്കത് മനസ്സിലാവണില്ല. ശരിക്കും അത് അങ്ങനെ ആയിരുന്നോ വേണ്ടത്? അതിൽ ആർക്കും ഒരു എതിർപ്പും ഇല്ലേ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് മാത്രമേ ഉള്ളൂ, എനിക്ക് മാത്രമായിരിക്കില്ല, ഒരുപാട് അമ്മമാർക്കും ഒരുപാട് അച്ഛന്മാർക്കും ഈ ഒരു കാര്യം സങ്കടം ഉണ്ടാക്കിയ കാര്യമാണ്. സത്യത്തിൽ ഇതിൽ എന്താണ് അഭിപ്രായം പറയേണ്ടതെന്നോ പറയുന്നത് ശരിയാണോ ഒന്നും അറിയില്ല. കാരണം ഇതുവരെ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാര്യമാണ് ഇന്ന് ഈ ഒരു നിമിഷം നമുക്ക് സംഭവിച്ചത്. നമുക്കിതിന് മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു കാര്യവും അറിയില്ല, എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്നും അറിയില്ല. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഇത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആർക്കും അങ്ങനെ ഒരു എതിരഭിപ്രായം ഇല്ലേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ഇങ്ങനെ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ശരിയായിരുന്നില്ല, LKGയിലായിരുന്നു അത് കൊണ്ടുവരേണ്ടതെന്നുള്ളൊരു അഭിപ്രായം ആർക്കും ഇല്ലേ? അതോ എന്ത് പറഞ്ഞാലും അതങ്ങനെ പോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാത്രം ആണോ എല്ലാവരുടെയും മനസ്സിൽ എന്നാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം. എല്ലാവരും കൂടി ഒന്ന് പരിശ്രമിച്ചാൽ ആ ഒരു കാര്യം എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നുള്ളത് മാറ്റിയിട്ട് LKG തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിക്കാനായിട്ട് കഴിയില്ലേ? അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കോ പേരൻസിനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ, ആരുടെയും ഒരു വർഷവും നഷ്ടപ്പെടുത്താതെ, ആരുടെയും മനസ്സിലൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഈ ഒരു കാര്യം നടപ്പിലാക്കാൻ സാധിക്കില്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞു തരും, ഈ കാര്യം എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് പറയുക. ഞാൻ പറഞ്ഞു പോയതിൽ എന്തെങ്കിലും തെറ്റോ ഉണ്ടെങ്കിൽ അത് അറിവില്ലായ്മ കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അഭിപ്രായങ്ങൾ പറയും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.